പ്രവിത, നമുക്കിനി എങ്ങോട്ടാ യാത്ര? നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ലോകം മുഴുവൻ നമുക്ക് യാത്ര നടക്കാണ് ആഘോഷം. അതിന് മുന്നേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതുവത്സരാശംസകൾ നേർന്നിട്ടുണ്ട്. അപ്പൊ പ്രതീക്ഷയുടെ തിളക്കമുള്ള സ്വപ്നങ്ങൾ വഹിച്ചുകൊണ്ട് പുതുവർഷം എത്തിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മെച്ചപ്പെട്ടതും ദീപ്തവുമായ ഒരു കാലം എത്തിച്ചേരുമെന്ന പ്രത്യാശയുടെ കിരണങ്ങളാണ് പുതുവർഷ ആഘോഷങ്ങൾക്ക് നിറവേകുന്നത്. പരസ്പര സ്നേഹത്തിന്റെയും മൈത്രിയുടെയും ഉദാത്ത മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കരുതലോടെ നമുക്കും ഈ ആഘോഷങ്ങളിൽ പങ്കുചേരാം. എല്ലാവർക്കും മുഖ്യമന്ത്രിയുടെ പുതുവത്സരാശംസകൾ. അതാണ്. താങ്ക് യു ചീഫ് മിനിസ്റ്റർ. താങ്ക് യു സിഎം. താങ്ക് യു സിഎം. അപ്പൊ നമ്മള് ഇനിയിപ്പോ നമുക്ക് യാത്ര തുടങ്ങുകയാണ്. നമ്മള് ഇപ്പൊ 2025 കുറച്ച് മിനിറ്റുകളും കൂടി ഉള്ളൂ. ഞാനത് ഉദ്ദേശിച്ച് തന്നെയാ പറഞ്ഞത്. ശരി, ഇനിയിപ്പം നിങ്ങൾക്ക് മണിക്കൂർ മതി. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഈ 2025 ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതിൽ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ TV കണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഞങ്ങളെ ഓഫ് ചെയ്ത് പോവാതെ വേണമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് കടക്കാം. പ്രത്യേകം പറഞ്ഞത് നമ്മൾ എന്തായാലും അടിച്ചു പൊളിക്കാൻ ചെവി കേൾക്കത്തില്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് മണിയുടെ സ്റ്റുഡിയോ നമ്മളിനി നേരെ പോവാൻ പോകുന്നത് എങ്ങോട്ടാ? ഏറ്റവും വലിയ ആഘോഷം ഫോർട്ട് കൊച്ചിയില്. അവിടെ നല്ല ഭംഗിയുള്ള മരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ അവിടെ അടിപൊളി ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ ഇപ്പോഴും ആ മരം അവിടെ തന്നെ ഉണ്ട്. അത് ക്രിസ്മസ് ട്രീ അല്ല, ഞാൻ പറഞ്ഞതാണ്. പക്ഷേ നമുക്കിപ്പോ ക്രിസ്മസ് ട്രീയെ പറ്റിട്ടല്ല സംസാരിക്കുന്നത്. നിതിൻ അംബുജൻ അവിടെ തയ്യാറായി നിൽപ്പുണ്ട്. നിതിൻ അംബുജനെ മകനെ പുതുവത്സരാശംസകൾ അല്ലേ? ഓക്കെ, പറയൂ നിതിൻ. ഹാപ്പി ന്യൂ ഇയർ. എസ്കെൻ ടീം, ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും സംസ്ഥാനത്തെ ഏറ്റവും ഗംഭീരമായ ഒരു പുതുവർഷം ആഘോഷിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണുള്ളത്. ഇപ്പോൾ വെളി മൈതാനത്ത്, അതായത് ഫോർട്ട് കൊച്ചിയിലെ വെളി മൈതാനത്ത്. ഫോർട്ട് കൊച്ചിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പാപ്പാനി കത്തിക്കും. അതിലൊരാൾ ഇവിടെ തയ്യാറായിരിപ്പുണ്ട്. 55 അടി ഉയരത്തിലുള്ള ഒരു പാപ്പാനി, ഇറ്റാലിയൻ രൂപത്തിലുള്ള ഒരു പാപ്പാനിയാണ് കത്തിക്കാൻ പോകുന്നത്. എന്തായാലും പാപ്പാനിയുടെ തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. കൃത്യം 9 മണിക്ക് തന്നെ അതിന്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. അതിനുശേഷം പിന്നീട് ഇവിടെ സംഗീത വിരുന്നൊക്കെ ആയിരിക്കും. ഇപ്പോൾ തന്നെ DJ പാർട്ടികളൊക്കെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഈ വെളി മൈതാനത്ത് നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്ത് നിരവധി പേരുടെ നൃത്ത ചുവടുകളൊക്കെ തന്നെ ഇപ്പോൾ അവർ ആഘോഷ രാവുകളായി മാറ്റിയിരിക്കുകയാണ്. തൊട്ടപ്പുറമാണ് നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീ, അതായത് മഴമരം. ഏതാണ്ട് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു നാച്ചുറൽ ക്രിസ്മസ് ട്രീ എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ റീൽസിലൊക്കെ തന്നെ ഇങ്ങനെ ട്രെൻഡിംഗ് ആയ ഒരു മഴമരമാണ്. ഈ വെളി മൈതാനത്ത് ഈ ക്രിസ്മസ് പുതുവത്സരം ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ ഒരു മഴമരം അവർ തയ്യാറാക്കിയത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളി മൈതാനമാണ് ഒരു പ്രധാനപ്പെട്ട ആഘോഷ കേന്ദ്രം. ഇതിനകം തന്നെ നിരവധി പേർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒഴുക്ക് ഈ വെളി മൈതാനത്ത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ വെളി മൈതാനത്തെ സജ്ജീകരണങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നത്. ഇവിടെ ആളുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ചേട്ടാ, എവിടുന്ന് വരിക? ഞങ്ങൾ കോഴിക്കോട്. ഈ ഫോർട്ട് കൊച്ചിയിൽ ആഘോഷിക്കാൻ? അതെ, 2 ദിവസം ഇവിടെ സ്റ്റേ ആണ്. ഇവിടെ ന്യൂ ഇയർ ആഘോഷം? ന്യൂ ഇയറിന് ഇവിടെ ആഘോഷിക്കാൻ വന്നതാ. ഫസ്റ്റ് ടൈം ആണോ? അതെ, ഫസ്റ്റ് ടൈമാ. ഇവിടുത്തെ വൈബ് എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല വൈബാണ്. നല്ല സെറ്റപ്സ് എല്ലാം നല്ല ചെയ്തിട്ടുണ്ട്. ഇവര് നല്ല പോലീസിന്റെ സൈഡിൽ നിന്നാണെങ്കിലും നന്നായി ചെയ്തിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളിയല്ലേ? അടിപൊളി അടിപൊളി. നല്ല ഫാമിലി ആയിട്ട് വന്നാണോ? ഫാമിലി ആയിട്ട് വന്നാണ്. നിങ്ങളും കോഴിക്കോട്? ഞങ്ങള് തിരൂര്. ഇപ്പൊ എത്തിയുള്ളൂ. അപ്പുറം പോയോ? പരേഡ് ഗ്രൗണ്ടിൽ പോയോ? അവിടെ പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. എങ്ങനെയുണ്ട്? ഹാപ്പി ന്യൂ ഇയർ. കണ്ണട രാവിലെ ഒപ്പിച്ചിട്ട് ഫുൾ റെഡി ആയിട്ട് വന്നതാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു വൈബ്? എങ്ങനെയുണ്ട്? ഫുൾ ഓണാണ്, ഫുൾ വൈബ് ഓണാണ്. ഫാമിലി ആയിട്ട് ഫുൾ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് എല്ലാവരും വരുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ ഫോട്ടോ? ഫസ്റ്റ് ടൈം ആണ്. നമ്മുടെ ഈ റീൽസിലൊക്കെ കണ്ട മഴമരം അല്ലേ? ഇത് ഫുള്ള് കവർ ചെയ്തിട്ട് ഇന്ന് പോകുന്നുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.